ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്തുള്ളത് 890 സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിന് ഇനി 14 ദിവസം കൂടി മാത്രം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച 408 കോടിയിലധികം രൂപ മൂല്യം വരുന്ന വസ്തുക്കൾ പിടിച്ചെടുത്ത് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ. അടുത്ത 2 മാസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ടെന്നും LPG ക്ഷാമം രാജ്യത്തെവിടെയും അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 1651 പത്രികകളാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചത്. 117 പത്രികകൾ പിൻവലിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക്. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അനുവദിച്ചു. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് പൂർത്തിയായി. അടുത്ത മാസം 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ അദ്ദേഹം തൃശൂരിൽ പ്രചാരണം നടത്തും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇന്ന് കണ്ണൂർ ജില്ലയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സംസ്ഥാനത്ത് UDF പ്രചാരണത്തിനായി എത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് ബേപ്പൂരിൽ NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ www.co.kerala.government.in അന്തിമ വോട്ടർ പട്ടിക ലഭ്യമാണ്. കൂടാതെ സൂക്ഷ്മ പരിശോധനകൾക്കായി താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും വോട്ടർ പട്ടിക ലഭിക്കും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റി സൂക്ഷ്മ പരിശോധന നടത്താമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. യുവജനങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ശക്തമായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി എന്റെ വോട്ട് എന്റെ ശക്തി സംസ്ഥാനതല വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിന് മറ്റന്നാൾ തുടക്കമാകും. സംസ്ഥാന നിയമസേവന അതോറിറ്റിയും ഇലക്ഷൻ കമ്മീഷനും ജനമൈത്രി പോലീസും സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ മറ്റന്നാൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ നിർവഹിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 408 കോടിയിലധികം രൂപ മൂല്യം വരുന്ന വസ്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ പിടിച്ചെടുത്തു. 17.44 കോടി രൂപയുടെ പണം, 37 കോടിയോളം രൂപയുടെ മദ്യം, 167 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന്, 23 കോടി രൂപ വിലപിടിപ്പുള്ള ലോഹങ്ങൾ, 163 കോടിയിലധികം രൂപ മൂല്യം വരുന്ന മറ്റ് വസ്തുക്കൾ എന്നിവയാണ് പരിശോധനയിലൂടെ പിടികൂടിയത്. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം വേണം പരിശോധനകൾ നടത്താനെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ യോഗം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. EVM മെഷീനുകളുടെ ആദ്യഘട്ട കമ്മീഷനിംഗ് നടത്തുന്ന ഏപ്രിൽ 1-നും മെഷീനുകളുടെ സ്വീകരണ വിതരണ ദിവസമായ ഏപ്രിൽ 8-നും വിവിധ കേന്ദ്രങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം സജ്ജമാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. മാർ ഇവാനിയോസ് കോളേജിൽ സജ്ജമാക്കുന്ന 14 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും എമർജൻസി മെഡിക്കൽ ടീമിനെ ക്രമീകരിക്കും. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ധന ഔട്ട്ലെറ്റുകളിൽ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും കേന്ദ്ര പെട്രോളിയ പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള 41-ലധികം വിതരണക്കാരിൽ നിന്നും രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നുണ്ടെന്നും എല്ലാ റിഫൈനറികളിലും 100%-ലധികം ശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അടുത്ത 2 മാസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ട്. LPG ക്ഷാമം രാജ്യത്തെവിടെയും അനുഭവപ്പെടുന്നില്ലെന്നും തദ്ദേശീയ റിഫൈനറികളിലൂടെയുള്ള ഉൽപാദനം 40% വർദ്ധിപ്പിച്ചതായും മന്ത്രാലയം അറിയിച്ചു.
പരിഭ്രാന്തി മൂലം ഉപഭോക്താക്കൾ കൂടുതൽ ബുക്ക് ചെയ്തതിനെ തുടർന്ന് LPG സിലിണ്ടറുകളുടെ ആവശ്യം 89 ലക്ഷം വരെ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് വീണ്ടും 50 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തേക്കുള്ള വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മധ്യവേനൽ അവധി ഒരു മാസമായി കുറച്ചെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അവധിയിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും വകുപ്പ് സെക്രട്ടറി K. വാസുവി അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച 3 ദിവസത്തെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന് പ്രശസ്ത സംഗീതജ്ഞ ആനയടി C. ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയോടെ ഇന്ന് സമാപനമായി. തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചൊവ്വാഴ്ച ആരംഭിച്ച സംഗീതോത്സവത്തിൽ ശ്രീ ഓച്ചിറ വി ശിവദാസനും സംഘവും നാഗസ്വര കച്ചേരിയും ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ സംഗീത കച്ചേരിയും അവതരിപ്പിച്ചു. സ്വാതി ജയന്തി ദിനത്തിന് മുന്നോടിയായി ആകാശവാണിയുടെ കേരള നിലയങ്ങൾ ഈ കച്ചേരികൾ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ലയും പക്ഷിപ്പനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഷിഗല്ല രോഗം ബാധിച്ച് മരിച്ച കുട്ടി പഠിച്ചിരുന്ന അംഗനവാടി അടച്ചിട്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത പെരുവൽ ഗ്രാമപഞ്ചായത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് 13 പോസിറ്റീവ് കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ പ്രവർത്തകർ 274 വീടുകൾ സന്ദർശിക്കുകയും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളും പക്ഷികളെ കൊല്ലുന്ന പ്രവൃത്തിയും പൂർത്തീകരിച്ചു. 2670 പക്ഷികളെയാണ് ഇതുവരെ കള്ളിംഗ് നടത്തിയത്. തുടർ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡിലെ പ്രധാന ജലവിതരണ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കാൻ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 5 മണി വരെ തിരുമല, പുന്നയ്ക്കാമുകൾ, തൃക്കണ്ണാപുരം, നേമം എസ്റ്റേറ്റ്, സ്റ്റുഡിയോ റോഡ്, പൂഴിക്കുന്ന്, പ്ലാങ്കാലമുക്ക്, ഞാലിക്കോണം, അണ്ണൂർ, മാങ്കാട്ടുകടവ് എന്നീ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയരുന്നതിനിടെ നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ പകൽ താപനില 38 ഡിഗ്രി വരെ ഉയർന്നേക്കാം. മറ്റു ജില്ലകളിലും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയർന്നേക്കാം. രാവിലെ 11 മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാലിയിൽ നടക്കുന്ന സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ശനിയാഴ്ച നടക്കുന്ന 2ാം മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,000 രൂപയും ഗ്രാമിന് 13,250 രൂപയുമാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം സൃഷ്ടിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അതിഥിയായി ലോക്ഭവനിലെത്തുന്ന അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികളുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്തുള്ളത് 890 സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിന് ഇനി 14 ദിവസം കൂടി മാത്രം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച 408 കോടിയിലധികം രൂപ മൂല്യം വരുന്ന വസ്തുക്കൾ പിടിച്ചെടുത്ത് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ. അടുത്ത 2 മാസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം രാജ്യത്തുണ്ടെന്നും LPG ക്ഷാമം രാജ്യത്തെവിടെയും അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.